നിലാവുള്ള രാത്രിയിൽ വെളുത്ത പുഷ്പങ്ങൾ വെളുക്ക വെളുക്കെ ചിരിക്കും. മന്ദമാരുതം വന്ന് തലോടുമ്പം ഇലകൾ എന്തെന്നില്ലാതെ നൃത്തം വയ്ക്കും. മഴയിൽ പ്രകാശത്തിന് എന്തെന്നില്ലാത്ത ചില രൂപഭേദങ്ങൾ വരും. ഇനിയൊരു വെളുത്ത സാരിയും വെളുത്ത പുഷ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ യക്ഷിയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ബിംബങ്ങളെല്ലാമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ നോക്കിയാലും യക്ഷിയുടെ സാന്നിധ്യത്തിൻ്റെ എല്ലാ മണങ്ങളും എല്ലാ സുഗന്ധവും ഈ ബുക്കിൽ അവിടെ എവിടെയൊക്കെയായി പരതി കിടക്കുന്നു. ഈ ബുക്കിൻ്റെ പേര് കാണുമ്പം നമ്മളിലുണ്ടാകുന്ന ഒരു മുൻവിധി ഉണ്ടായിരിക്കുമല്ലോ, അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു അതിശയകരമായ കാര്യം. ഒരു IAS ഉദ്യോഗസ്ഥനായ മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബുക്കാണ് ഈ വായിക്കുന്നത്, യക്ഷി. ഒരു യക്ഷിയെ കാണാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ബുക്കിൽ ഞാൻ കണ്ടെത്തുന്നത് മറ്റൊന്നിനെയാണ്. തൻ്റെ കുറവുകളെ അംഗീകരിക്കാതെ വരുമ്പം നമ്മളെല്ലാം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആ പഴി മറ്റുള്ളവർ മേൽ ചാർത്തുക. ഒരു കെമിസ്ട്രി പ്രൊഫസറായ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രാഗിണി എന്ന പെൺകുട്ടിയുടെയും കഥയാണ് മലയാറ്റൂരിൻ്റെ യക്ഷി. അവിചാരിതമായിട്ട് ഒരു ദിവസം കോളേജിൽ ലാബിൽ വെച്ചുണ്ടാകുന്ന അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ പകുതി മുഖം നഷ്ടമാകുന്നു. അപകടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം മറ്റുള്ളവരുടെ സഹാനുഭൂതി, അനുകമ്പ ഇതൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെ അളവ് വളരെയധികം കൂടുന്നു. അങ്ങനെയിരിക്കെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പുതിയൊരു മാർഗം കണ്ടുപിടിക്കുന്നു. അതാണ് യക്ഷികളെപ്പറ്റി പഠനം നടത്തുക. ആ പഠനം നടക്കവേ അവിചാരിതമായിട്ട് കഥാനായികയെ അദ്ദേഹം പരിചയപ്പെടുന്നു, രാഗിണി. ആ പരിചയപ്പെടൽ പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് കടക്കുന്നു. അത് പിന്നീട് വിവാഹത്തിലേക്കും. വിവാഹശേഷമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചോദ്യം മുളച്ചു വരുന്നത്, തൻ്റെ കൂടെ നിൽക്കുന്ന രാഗിണി ഒരു യക്ഷിയാണോ എന്നുള്ള ചോദ്യം. കഥയുടെ ഒരു പരിധി ഭാഗം വരെയും രാഗിണി യക്ഷിയായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അല്ലെങ്കിൽ കഥാകാരന് അത് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. വായിക്കുമ്പോഴെല്ലാം മുമ്പിൽ തെളിഞ്ഞു വന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. പക്ഷേ യക്ഷി എന്ന പേരിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് വളരെ താമസിച്ചാണ്. ഞാൻ അപ്പോഴത്തേക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് യക്ഷി എന്ന് പറയുന്ന മൂവി, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോ എന്ന് തന്നെയാണ്. എങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. കാരണം നമുക്ക് ചുറ്റും പലരെയും കാണാം, സ്വന്തം കുറവുകളെ അംഗീകരിക്കാതെ വരുമ്പം അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ആൾക്കാരില്ലയോ, അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ബുക്ക് വായിക്കുമ്പോൾ. അങ്ങനെയുള്ളവരുടെ മുഖം നിങ്ങളിലേക്ക് തെളിഞ്ഞു വരും. ഇതൊരിക്കലും ഒരു ഹൊറർ നോവലല്ല, ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മാത്രമാണ്. 230 രൂപയാണ് ഈ ബുക്കിൻ്റെ വില. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരുമ്പം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള യക്ഷി സങ്കല്പത്തെ പറ്റി താഴെ ഏതായാലും എഴുതാൻ മറക്കരുത്.